പ്രഭുദേവയുടെ സഹോദരൻ രാജു സുന്ദരം എന്ന് പറയുന്ന ഒരാളുണ്ട്. അല്ല, പണ്ട് രുക്കുമണിയുടെ ഇടയിലൊക്കെ കിടന്നടിച്ചിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് അങ്ങനെ വരെ തോന്നിപ്പോയി. ചില സമയത്ത് ഡയാന പതറി. ഡയാനയുടെ സ്ഥിരം സ്റ്റെപ്പുകൾ ഇട്ട് തന്നിട്ട് നിങ്ങളത് പിടിക്കുമെന്ന് നോക്കി, രക്ഷയില്ല. പുള്ളിയുടേതായ സ്റ്റെപ്പുകൾ ഇവിടെ അവതരിപ്പിച്ചു. എന്നുണ്ട് വിശേഷങ്ങൾ? സുഖമാണ്. മോന്റെ പേര്? എൻ്റെ പേര് ആകാശ് എന്നാണ്. സ്ഥലം? ട്രിവാൻഡ്രം. ക്വസ്റ്റ്യൻ ചെയ്യണതല്ലട്ടാ, ആ രീതിയിൽ ഉത്തരം പറയണമെന്നില്ല, സ്നേഹത്തിൽ തന്നെ പറയാന്ന് വെച്ചാൽ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ പോയി. പഠിക്കുകയാണോ അല്ലെങ്കിൽ? ഞാൻ ബികോം ആണ്. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജൂനിയർ ആർട്ടിസ്റ്റ് മമ്മൂക്കയുടെ ചെയ്തിട്ടുണ്ട് 1. അതിൽ ട്രിവാൻഡ്രത്ത് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അതിലൊരു 100 പേര് നടന്നു വരുന്ന ഒരു സീനാണ്. മമ്മൂക്കെതിരെ നമ്മൾ സംസാരിക്കണം. അതിലൊരു നടുക്കുന്നവർ ഞാനാണ്. 100 പേരുടെ ഇടയിൽ ഒറ്റയ്ക്ക് ഞാനുണ്ട്. സെൻട്രൽ ഞാനുണ്ട്. പിന്നെ ഉറിയടി മൂവി ശ്രീനിവാസൻ ചേട്ടൻ്റെ, അതിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിലും ശ്രീനിവാസൻ ചേട്ടൻ്റെ ബാക്കിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അത് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് അടിച്ച് എൻ്റെ ഫോട്ടോ റൗണ്ട് അടിച്ച് ഫേസ്ബുക്കിൽ ഇട്ട്. അത് ആലുവയില് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം മമ്മൂക്കയുടെ ഒരു പടത്തിൽ അഭിനയിച്ചു. മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിച്ച് അപ്പുറം തോക്ക് പിടിച്ചു വെക്കുന്ന 2 പേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിയുണ്ട്. പുള്ളി സ്വന്തമായിട്ട് ഫ്ലെക്സ് അടിച്ചു വെച്ചു. അതായത് മമ്മൂക്കനൊന്ന് കുറച്ചും കൂടെ നീക്കിയിട്ട് പുള്ളി സെന്ററിലേക്ക് വന്നേക്കാം, ഫോട്ടോഷോപ്പ് ചെയ്തിട്ട്. പിറ്റേ ദിവസം തന്നെ എടുത്ത് മാറ്റിച്ചു. സെന്ററിൽ പുള്ളി നിൽക്കണ പോലെ തോന്നി. ഹമീദ് മുടിക്കോട് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളി കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവിടെ നാട്ടിലെ മിമിക്രിയൊക്കെ നിർത്തി ദുബായിൽ സെറ്റിലാണ്. അന്ന് സൂത്രധാരൻ എന്ന് പറയുന്ന ദിലീപേട്ടൻ്റെ സിനിമയിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു കൂട്ടമുണ്ട്, സലീമേട്ടൻ്റെ നേതൃത്വത്തിൽ. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് അഭിനയിച്ചത് അദ്ദേഹമാണ്. അപ്പം ഞങ്ങളുടെ കൂടെ ട്രൂപ്പിൽ കളിക്കുമ്പോൾ അന്ന് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയതും തിരിച്ചു വരിക അവിടെ ലോഹിതദാസ് സാർ എന്നോട് പറഞ്ഞു, നീ നന്നായി എന്നും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാം അസൂയോടുകൂടി നോക്കുക ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, പോസ്റ്ററിൽ ഞാനുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഫ്ലക്സ് അങ്ങനെ കയറിയിട്ട് തുടങ്ങിയിട്ടില്ല, പോസ്റ്ററിൽ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും എനിക്ക് വരെ സങ്കടം തോന്നിപ്പോൾ രാത്രി. അപ്പോൾ ഈ രാത്രിയാണല്ലോ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നത് ഈ സിനിമയുടെയൊക്കെ. നിങ്ങൾ രാവിലെ എണീക്കുമ്പം പോസ്റ്റർ കാണും. ഇത് നിങ്ങൾ കാണുമ്പോഴൊന്നും ഒട്ടിക്കുന്നത് കാണാൻ പറ്റുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ, രാത്രി ഇത് ഒട്ടിക്കുന്നത്. അപ്പം ഞങ്ങൾ രാത്രി ട്രൂപ്പിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരിടത്ത് എത്തിയപ്പം ഒരു സൂത്രധാരൻ്റെ പോസ്റ്റർ കണ്ടു. അതിൽ അദ്ദേഹമൊന്നുമില്ല, സിംഗിൾ പോസ്റ്ററാണ്. ഉടനെ നമ്മൾ പറഞ്ഞു, അപ്പം പോസ്റ്ററുകൾ കയറിയിട്ടുണ്ട്, ഹമീദേട്ടൻ്റെ പോസ്റ്റർ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞ് വന്ന് വലിയ പോസ്റ്റർ കണ്ടെടുത്ത് വണ്ടി നിർത്തി, വണ്ടി തിരിച്ചു ലൈറ്റ് ഈ മതിലോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്, എന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് വണ്ടി അടിച്ച് നോക്കിയപ്പോഴേ ഈ 6 ഷീറ്റ് പോസ്റ്റർ 3 ജോയിൻ്റ് ഉണ്ടല്ലോ, അതിൽ കറക്റ്റ് ജോയിന്റിലാണ് ഹമീദിന്റെ മുഖം ഇരിക്കുന്നത്. കണ്ണ് ഇവിടെ, മൂക്ക് ഇവിടെ, ചുണ്ട് ഇവിടെ ആയിട്ട് ഹമീദ് ഇരിക്കുന്നത്. അതിനകത്ത് ഒരിക്കലും മനസ്സിലാകത്തില്ല. നമസ്കാരം. വിശ്രടി ചേട്ടാ, ഈ ലൈറ്റൊക്കെ എത്ര രൂപ ഒരു മാസം വാടക? എന്നാലും കുറച്ച് പൈസയാവും. 100 രൂപയുള്ളൂ. എല്ലാ ലൈറ്റും ഇതിലുണ്ട്. കമ്പാരിറ്റീവ് വാശിയാണ്. പിന്നെ ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഒരു മാസ് ഡയലോഗാണ്, ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ, എന്നാൽ അവൻ വരുന്നത് ഒറ്റയ്ക്കാണ്, ഷീസ് ദ മോൺസ്റ്റർ, ടപ്പേ ടപ്പേ ടപ്പേ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയി എന്നാണോ? എൻ്റെ ജീവിതത്തിൻ്റെ അതിൽ 3/4 ഭാഗവും ഞാൻ അഭിനയത്തിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ ആരുമില്ല. എൻ്റെ ഫാമിലിയിലെ ആകെയുള്ള കുറച്ച് ബന്ധുക്കളെന്ന് പറയണത് കുരിപ്പ് പറയാൻ വേണ്ടി വാ തുറക്കും, പിന്നെ നുണ പറയാൻ വേണ്ടി വാ തുറക്കും, പിന്നെ കുറച്ച് CCTV ക്യാമറകൾ എടി അവന്താ ഇറങ്ങിയടിയെ നോക്കടി എന്ന് പറയണത് കുറച്ച് പേര്, അല്ലാതെ വേറെ ഒരൊറ്റാൾ പോലും ഇല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ തീ കിടക്കണം, എനിക്ക് അഭിനയിക്കണം, എനിക്ക് നടനാവണം. ഈ തീയും കൊണ്ട് ഞാൻ ഓടി APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ പോലെ മനസ്സിലൊരു തീ ഉണ്ടെങ്കിൽ നമുക്ക് പ്രകൃതി പോലും വഴിമാറും, നമ്മുടെ സ്വപ്നങ്ങൾ എത്തുമെന്നാണ്. ഞാൻ ഓടി നേരെ ചെന്ന് കയറിയത് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലിമെൻ്റ് മടയിൽ. എൻ്റെ അടുത്ത് ചോദിച്ച്, ഇതാ കൂട്ടാ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? മങ്ങാണ്ടി പോലത്തെ മുഖവും വാ തോരാതെ സംസാരിക്കുന്ന വായും പിന്നെ 2 കൈയും ചെലിക്ക 2 കാലുകളും. അപ്പം അവൻ്റെ മറുപടി ഇങ്ങനെ ആയിരുന്നു, കയറി വാടാ മക്കളെ കയറി വാ. ഞാൻ നേരെ കയറി ചെന്നിട്ട് എൻ്റെ ഫസ്റ്റ് ലൊക്കേഷനിലാണ്. അപ്പോഴത്തേക്കും ഡയറക്ടർ പറയണം, ഇത് നായിക ഇത് നായകൻ, ഇവർ തമ്മിലുള്ള ലവ് സീനാണ് എടുക്കുന്നത്. അപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് വന്നവർ ബാക്കിൽ നിന്ന് പാസ് ചെയ്യണമെന്ന്. അപ്പം ക്യാമറ റോളിങ് ആക്ഷൻ. ഞാൻ തുടങ്ങി പാസിങ് തോരേ. നടന്ന് എൻ്റെ വായിൽ പദവും വന്ന് എല്ലാം വന്ന്. അപ്പോഴാണ് ഞാൻ നഗ്നസത്യം പുറത്തറിയുന്നത്, ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന്. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ കുറേ തവണ വിളിച്ചിട്ട് കഥ പറയാം എന്ന് പറഞ്ഞ് വന്നു. നമ്മളിടയ്ക്ക് ചിലതൊക്കെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ 2 പടം ഞങ്ങൾ തന്നെ എഴുതിയെങ്കിലും ഇദ്ദേഹം വന്ന് എന്നോട് ഒരു കഥ പറഞ്ഞു. അപ്പോൾ തുടങ്ങിയൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതെവിടെയും കൊളുത്തുന്നൊന്നുമില്ല,
സത്യം പറഞ്ഞു, അപ്പം നമ്മളെല്ലാം ചെയ്യുന്ന സൃഷ്ടികളെല്ലാം നല്ല എന്നുള്ള അവകാശമൊന്നുമല്ല. എന്തായാലും ആ കഥ മോശമാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അത്രയും മോശം ഒരു സാധനം പുള്ളി പറഞ്ഞ് ഒരു സാധാരണ സിനിമയ്ക്ക് 1 മണിക്കൂർ 10 മിനിറ്റിൽ ഇൻ്റർവെല്ലാണെങ്കിൽ പുള്ളി ഒരു 2-ാമത്തെ മണിക്കൂറായി ഇൻ്റർവെല്ലെത്തിയപ്പം. അത്ര നേരം എടുത്തിട്ട് ഇൻ്റർവെല്ല് പറഞ്ഞിട്ട് മടക്കി, എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. താഴ്വാരം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നോട്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ബാക്കി കേൾക്കാൻ നിങ്ങൾ അർഹനല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയെന്നേ. നടന്ന് ചെരുപ്പം തേഞ്ഞ് എല്ലാം തീർന്ന് വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു 7 മണിയായപ്പോൾ ഒരു കാള് പറഞ്ഞു. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആകാശ് സ്പീക്കിംഗ്. ആരാണ്? എടാ കുട്ടാ, ഒരു വേഷം വന്നിട്ടുണ്ട്, സിനിമയിലാണ്, ഡയലോഗ് ഉണ്ട്. തന്നെ ഏട്ടാ ഡയലോഗ് ഉണ്ടാ? ഡയലോഗ് ഉണ്ടാ, നീ വരുമോ? ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ലൊക്കേഷൻ അയച്ചാൽ മതി, വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചാൽ ഞാൻ എത്തി പറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക, 100 കോടി ക്ലബ്ബിൽ കയറും പുലിമുരുകൻ സിനിമ. മോഹൻലാൽ എന്ത് സന്തോഷമെന്നോ ഡയറക്ടറിന് സന്തോഷം, അത് സന്തോഷമാണ് എനിക്ക്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് 2 തുള്ളൊക്കെ തുള്ളിയിട്ട് 5 മണിക്ക് അലാറം വെച്ചിട്ട് നേരെ ഗണപതി കോവിൽ ചെന്നിട്ട് ഒരു തേങ്ങ എടുത്തിട്ട് ഒറ്റ ആടി അങ്ങോട്ട്, എന്നിട്ട് അങ്ങോട്ട് ഉരുളൊക്കെ ഇങ്ങോട്ട് ഉരുളൊക്കെ, എന്നിട്ട് നേരെ ലൊക്കേഷനിൽ ചെന്നു. ലൊക്കേഷൻ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ലൊക്കേഷൻ നിൽക്കുന്നപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ വന്നു. എടാ 4 ദിവസത്തെ ഷൂട്ടുണ്ട്, നീ കാണുമല്ലേ? ഞാൻ അതിന് പോണില്ല ചേട്ടാ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ വീട്ടിൽ പോണില്ല പറഞ്ഞ്. ഓക്കേടാ ശരി. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും മേക്കപ്പ് അമ്മരാണ്. എടാ കുട്ടാ നമുക്ക് മേക്കപ്പ് ഇടണ്ടേടാ. ഞാൻ പറഞ്ഞു ചേട്ടാ മേക്കപ്പ് ഒന്നും വേണ്ട, കാര്യം എന്തൊക്കെ എൻ്റെ കയ്യിൽ 10ൻ്റെ കുട്ടിക്കുറ പൗഡറുണ്ട്, ഇത് എന്നെ ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം, നിങ്ങൾ ആരും എന്നെ ശല്യം ചെയ്യേണ്ട, ഞാൻ നിങ്ങളെ എല്ലാം പറഞ്ഞ് ഞാൻ എത്തിക്കോളാം. അപ്പോൾ ഞാൻ കുട്ടിക്കുറ പൗഡറൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് മേക്കപ്പ് ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നപ്പോഴത്തേക്കും ഡയറക്ടർ വിളിക്കുകയാണ്. എടാ പുതിയ പോയ വന്നല്ലോ അവനെ വിളി. അപ്പം ഞാൻ ചെറിയ പുഞ്ചിരിയാണ് അവിടെ നിന്നിട്ട്, സാർ എടാ കുട്ടാ 4 ഭാഷകളിലാണ് റിലീസ് ചെയ്യണത്, 4 ഭാഷകളിൽ 4 നായികമാർ നിൻ്റെ അടുത്ത് വരുന്ന സീനാണ്. 4 ഭാഷകളിൽ 4 നായികമാർ. കുറച്ച് നേരം ഇങ്ങനെ മാറി നിന്നിട്ട്, എന്നെ കളിയാക്കിയ വീട്ടുകാരെ, പട്ടി വില പോലും തരാത്ത നാട്ടുകാരെ, എന്നെ തേച്ച് ചെമലിനൊടിച്ച് എൻ്റെ കാമുകി, ഇതാ റിവഞ്ച്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും കുട്ടാ റെഡിയാണോ? ഞാൻ പറഞ്ഞു സാർ റെഡിയാണ് സാർ. എടാ കുട്ടാ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർച്ചറി സീനാണ് നമ്മൾ എടുക്കാൻ പോകണം. 4 നായികമാർ നിൻ്റെ അടുത്തേക്ക് വരുന്ന സീനാണ്. സാറി എൻ്റെ വേഷം എന്ന് പറഞ്ഞെങ്കിൽ കുട്ടാ ഒന്നുമില്ലടാ, നീ ഇതോ അവിടെ കിടക്കണം, നീ ഒരു ശവമാണ്. ഇതേടാ പറഞ്ഞ ചേട്ടാ ഒരു പ്രാവശ്യം പറയാം. എടാ കുട്ടാ 4 ഭാഷകളാണ് റിലീസ് ചെയ്യണം, 4 നായികമാർ നിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരും, പക്ഷേ നീ ഒരു ശവമാണ്, കോളടിച്ച് 4 ഭാഷ ഇങ്ങനെ കിടക്കണം, ശവമാണ്. എന്തിന് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതാ. എന്തായാലും അവിടെ മുടക്കി വന്നതല്ലേ, പൈസ എങ്കിലും പൈസ. ഞാൻ ചെന്ന് കിടന്നങ്ങനെ കിടന്നപ്പോഴത്തേക്കും ഡയറക്ടർ പറയണേ ഒരു നായിക വന്നു. ആ ക്യാമറ റോളിങ് ആക്ഷൻ പറയാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഈ പുതപ്പ് മെല്ലെ ഇങ്ങനെ മാറ്റി പറഞ്ഞു, സാറേ ഞാനൊരു സജക്ഷൻ മുന്നോട്ട് വെച്ചോട്ടെ സാർ, ഈ 4 നായികമാർ എൻ്റെ അടുത്തേക്ക് വരുന്ന സീനല്ലേ എടുക്കണം. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പുതപ്പുണ്ടല്ലോ ഈ മെല്ലെ ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് എല്ലാ നായികമാർക്കും ഓരോ കടി ഞങ്ങൾ കവിളിൽ വെച്ച് കൊടുത്താല. അപ്പോൾ ഈ ക്യാമറ ആംഗിൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് എടുത്താല എങ്ങനെയായിരിക്കും 4 ഭാഷകൾ വരും. എങ്ങനെയുണ്ട് ഇത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ആരൊക്കെ അടിക്കണോ ഇടിക്കണോ ഒരു ബോധവും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നീര്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ കുറേ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയുടെ കഥ പറഞ്ഞു. അമ്മ എനിക്ക് എപ്പോഴും അമ്മ ഈ പിശാരടി ചേട്ടനെ പോലെയും ധർമ്മജൻ ചേട്ടനെ പോലെയൊക്കെ സ്റ്റേജിൽ കയറാൻ പറഞ്ഞ അമ്മ പറഞ്ഞു നീ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, കാര്യം നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓ അമ്മ ഞാൻ പരിശ്രമിക്കും, കീപ് റോക്കിംഗ്. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ പെർഫോമൻസിനിടയിൽ നീ ആ പൗഡറിൻ്റെ കുപ്പി എടുത്തില്ലേ, അത് ഞങ്ങൾക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ആ പൗഡറിൻ്റെ കുപ്പി. ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ബാഗ് ഒതുക്കുന്ന ഒരു ഷോട്ടുണ്ട്. അയാളൊരു സ്റ്റേജിൽ പാട്ട് പാടുന്ന പാട്ടുകാരനാണ്. സാധാരണ ട്രൂപ്പിൽ സാധാരണ പോലെ പാടുന്നൊരു പാട്ടുകാരനാണ്. അതിൽ ഇനി വേണം നീ സിനിമ കൊണ്ടുപോയിക്കോ, ഞാൻ ഈ പൗഡർ ടിൻ വെച്ചിട്ടുണ്ട് പുള്ളി എടുത്തു വയ്ക്കുന്നതിനകത്ത്. കാരണം ഇത് ഞങ്ങളുടെയൊക്കെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കച്ച എന്ന് പറഞ്ഞ് ഇടുന്ന ഒരു സാധനമാണ്. അത് കാണിച്ചത് നന്നായി. പിന്നെ നീ പറയുന്നതിനകത്ത് ഇതിപ്പോൾ ഈ പറഞ്ഞിടത്തോളം സാധനം ഒരു പേപ്പറിൽ എഴുതിയിട്ട് വായിച്ചാൽ ചിലപ്പോൾ ആരും ഒന്നും ചിരിക്കില്ല കേട്ടോ.
നിന്റെ പറച്ചിലെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അമ്മാതിരി പറച്ചിലാണ്. പെർഫോമറാണ്. ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഈ സൈസ് പരിപാടിയായിട്ട് നടക്കുന്ന സമയത്ത് ഒരിക്കൽ പത്രത്തിലൊരു പരസ്യം കണ്ടു. പുതുമുഖങ്ങളെ തേടുന്നു, വൈക്കത്ത് ഇന്ന ഹോട്ടലിൽ 10 മണിക്ക് നേരിട്ടെത്തുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി 10 എന്നുള്ളത് 10:01 ആയതിൻ്റെ പേര് ചാൻസ് പോകണ്ടെന്ന് ഓർത്ത് 9:30 ഞാൻ വൈക്കത്തെത്തി. കാത്തു നിന്നു. 10 മണിയായപ്പം ഈ ലോകത്ത് സിനിമാക്കാരൻ ഒരിക്കലും താമസിക്കാത്തൊരു ഹോട്ടലിലാണ് ഈ താമസിക്കുന്നത്. മാത്രമല്ല മറുപടി കവർ സഹിതം അപേക്ഷിക്കുക എന്നാണ് പറഞ്ഞത്. നമ്മുടെ മറുപടി കവറും കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. അതായത് 2 രൂപയ്ക്ക് നമുക്ക് മറുപടി അയക്കാൻ കഴിവില്ലാത്തവനാട്ടോ സിനിമ പിടിക്കാൻ പോകുന്നത്. അത് പോട്ട്, എനിക്കന്ന് അത്രയ്ക്കുള്ള ബുദ്ധി ഇല്ലല്ലോ. ഇപ്പം ഒന്ന് ചോദിക്കരുത്, അന്ന് ബുദ്ധിയില്ല. പിന്നെ ഞാൻ ചെന്ന് 10 മണിക്ക് ഞാൻ ഡോറ് തട്ടി. അപ്പം മുണ്ടെടുത്ത് നെഞ്ചത്തെടുത്തിട്ട് ഒരാൾ തുറന്നു. ചോദിച്ചു, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ. വാ എന്ന് പറഞ്ഞ അകത്തേക്ക് ചെന്നപ്പോൾ ആ മുറിയിലെ കട്ടിലിൽ മറ്റൊരാൾ കമന്ന് കിടന്നുറങ്ങുന്നുണ്ട്. മേശപ്പുറത്ത് ഇന്നലെ രാത്രി കഴിച്ച പൊറോട്ടയും അതിൻ്റെ കുറച്ച് ബാക്കി അടിച്ച ഒരു പൈൻറ്റും അതും ഇതൊക്കെ ഇട്ട് കുറച്ച് മേശയും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. ഞാൻ അതൊക്കെ നോക്കി. ഇയാൾ വന്ന് കട്ടിലിരുന്നിട്ട് ഈ കമന്ന് കിടക്കുന്ന ആളോട് ഡാ അതെ സിനിമയിൽ അഭിനയിക്കാൻ ഇത് വന്ന് മറ്റേ ആൾ വന്നേക്കുന്നത് എണീക്ക് കഴിഞ്ഞപ്പോൾ അയാൾ എണീറ്റ് കണ്ണൊക്കെ തിരുമിയിട്ട് എവിടെയായിരുന്ന? ഞാൻ പറഞ്ഞു വെള്ളൂർ. അപ്പോൾ പുള്ളി കട്ടിലിനടിയിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് എന്തോ ഞാൻ നിന്നെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് കണ്ടാലറിയാം വെറുതെ എന്തോ എഴുതി ഉണ്ടാക്കിയേക്കണം. ആരും സിനിമയിൽ ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത ഡയലോഗ് തന്നിട്ട് ഒന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ ഇവർ ഉറക്കം എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്നെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പുള്ളി വേറെ എന്തൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു മിമിക്രി കാണിക്കും. എന്തായാലും 2 ശബ്ദം പറഞ്ഞേ. ഞാൻ എടാ എൽതോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. 100 രൂപ രജിസ്ട്രേഷൻ ഫീസുണ്ട്. അപ്പം തന്നെ പേഴ്സിനിടയിൽ സൂക്ഷിച്ചു വെച്ച് തിരികെ വെച്ചിരുന്ന 100 രൂപ എടുത്തതിന് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് സിനിമ വിളിക്കേണ്ടത് ഞാൻ 100 രൂപ കൊടുത്തു. എന്നാൽ പുള്ളി പറഞ്ഞു അപ്പോൾ എന്തായാലും ഉണ്ടോ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ശരി സാർ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പം ബാക്കിൽ അവർ തമ്മിൽ മിണ്ടി ഒരു വോയിസ് ഓവർ കേട്ടോ. നീ പോയി ഒരു പേസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ രാവിലെ ചെന്നില്ലെങ്കിൽ അന്ന് പല്ല് തേക്കാൻ പേസ്റ്റ് ഇല്ലാത്തവനെ കൊണ്ട് 100 രൂപ കൊടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോയതായിട്ടോ ഞാൻ.